ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അവനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു നോക്കിയിരുന്ന് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ ഇത്. കാരണം കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ക്രേസ് കയറി നോക്കിയിരുന്ന് വാങ്ങിയൊരു സാധനമാണിത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു യൂസർ മാനുവലും നമ്മുടെ ഈ മിനി പ്രിൻ്ററും അതുപോലെ തന്നെ ഒരു കേബിളും കൂടെയാണ് കേട്ടോ, ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളും കൂടെ. അപ്പോൾ ഇത് തെർമൽ പ്രിൻ്ററാണ്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് തെമൂന്നാണ്. എനിക്കായത് 42 ദർഹംസ് ആയിരുന്നു കേട്ടോ. 42 ദർഹംസ് എന്ന് പറയുമ്പം ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 924 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ ഫോട്ടോ പ്രിൻറ്റിങ്, അതുപോലെ വെബ്സൈറ്റ് പ്രിൻറ്റിങ്, ലേബൽ പ്രിൻറ്റിങ്, പിന്നെ ആണെങ്കിൽ ഇങ്ക്ലെസ് പ്രിൻറ്റിങ് ആണ്, ലോങ് ബാറ്ററി ലൈഫ് ഉണ്ട്, ടെംപ്ലേറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മോഡൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഏറ്റവും ബേസിക് മോഡലാണ്, അതായത് 9 എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. അതാണ് ഏറ്റവും ബേസിക് മോഡൽ. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ചാർജ് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ബട്ടൺ ഇത് ഓപ്പൺ ചെയ്യാനുള്ളതാണ്, അതുപോലെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ഓൺ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് ഓൺ ആക്കുമ്പോൾ തന്നെ അതിലൊരു ലൈറ്റ് കത്തും. പിന്നെ യൂസർ മാനുവലിൽ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യണം. അത് ഏത് മോഡലാണെന്ന് വെച്ചാൽ അതിലെ യൂസർ മാനുവലിൽ ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങിയ മോഡലിന് ഫൺ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടോ. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം ഇതുമായിട്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സൈൻ ഇൻ ചെയ്യണം കേട്ടോ. സൈൻ ഇന്നിനൊന്നും വേറെ പ്രൊസീജിയറൊന്നുമില്ല, ജസ്റ്റ് സൈനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സൈൻ ഇൻ ആവും. പിന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്കവിടെ ആകെ ഓരോ ഓപ്ഷനെ കാണിക്കുള്ളൂ, അതായത് ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽസേ കാണിക്കുള്ളൂ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കണക്റ്റ് ആവും, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ കുറേ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫൺ പ്രിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. ആ മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ നമുക്ക് കുറച്ച് മോഡൽസും അതുപോലെ കുറച്ച് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം ഗൂഗിളിൽ നിന്ന് ഒരു ചെറിയ ബണ്ണീൻ്റെ ഒരു ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഗാലറിയിലേക്ക് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസും അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് വേണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രാഫിക്സ്, നമ്മുടെ എന്തെങ്കിലും നിങ്ങൾ ലൈക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവോയ്സും ഒക്കെ ഇതിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇൻവോയ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് കണ്ടോ ഇവിടെ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിൽ നിന്ന് ഈ ബണ്ണീൻ്റെ ഒരു ഇതെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടാകും. ഒന്ന് ലൈൻ ഡ്രോയിങ്, പിന്നെ ഹൈ സ്പീഡും HD. ഹൈ സ്പീഡ് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും, HD ആണെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ലൈറ്റ്, മീഡിയം, ഡാർക്ക് എന്ന് പറയുന്നത് കളർ ഗ്രേഡിയൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡാർക്ക് ലൈറ്റ് എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആ ഒരു കളറിൻ്റെ ഡാർക്ക്നെസ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുത്താണ്. ഇതിപ്പോൾ ഒരു ബണ്ണീൻ്റെ ഞാൻ പ്രിൻ്റ് എടുത്താണ്. ഇതുപോലെ ഞാൻ കുറച്ചധികം പ്രിൻ്റ് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പ്രിൻ്റ് റോളറേ വരുന്നുള്ളൂ. അപ്പോൾ പ്രിൻ്റ് റോളർ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം കേട്ടോ. എക്സ്ട്രാ പ്രിൻ്റ് റോളർ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഡയഗ്രാംസും നോട്ട്സും അതുപോലെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ഒരു ഫോട്ടോ HDയും അതുപോലെ തന്നെ മറ്റത് ഹൈ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, പിള്ളേരൊക്കെ ഇത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. കാരണം നോട്ടൊക്കെ നമുക്കിതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും, പക്ഷേ ആരും തന്നെ യൂസ് ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പേര് ആരും പറയുകയും ചെയ്യരുത്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ആകെ തോന്നി, ഇതിൽ കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.